ഹായ്, വെൽക്കം ടു പ്ലാന്റ് പ്രൊഫൈൽ. വേണമെങ്കിൽ നമുക്ക് കൈതച്ചക്ക പ്ലാന്റ് ഇതുപോലെ ചെടിച്ചട്ടിയിലും വളർത്തിയെടുത്ത് കായ്പ്പിക്കാം. സാധാരണ ഒരു ചെടിച്ചട്ടിയിൽ ഒരു കൈതച്ചക്ക തൈയൊക്കെയാണ് ഇതുപോലെ നട്ട് വളർത്തി കായ്പ്പിക്കാറുള്ളത്. എന്നാൽ 16 ഇഞ്ച് വിസ്തൃതിയുള്ള ഒരു ചെടിച്ചട്ടിയിൽ 3 കൈതച്ചക്ക തൈയൊക്കെ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. സ്ഥലപരിമിതിയുള്ളവർക്കും ടെറസ് ഗാർഡനിങ്ങും ബാൽക്കണി ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഈ രീതിയിൽ കൈതച്ചക്ക തൈകൾ നട്ടു വളർത്താം. ഈ കൈതച്ചക്ക ഒരു ബ്രസീലിയൻ വെറൈറ്റിയാണ്. സാധാരണ കൈതച്ചക്കയ്ക്ക് അതിൻ്റെ ലീഫിൽ നന്നായിട്ട് മുള്ളുണ്ടാവും. എന്നാൽ ഈ വെറൈറ്റിക്ക് ലീഫിൽ മുള്ളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചട്ടിയിൽ നടാനും പരിചരിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വെറൈറ്റി ഒരു ചട്ടിയിൽ ഒന്നാണ് വളർത്തുന്നതെങ്കിൽ 2 കിലോ 3 കിലോ ഒക്കെ തൂക്കമുള്ള കൈതച്ചക്ക നമുക്ക് കിട്ടും. ഒരു ചട്ടിയിൽ 3 എണ്ണം വെച്ചതുകൊണ്ടാണ് കായ്ഫലം ചെറുതായി പോയത്. വർഷത്തിൽ ഒരു തവണ മാത്രമേ ഈ വെറൈറ്റി കായ്ക്കുകയുള്ളൂ. പക്ഷേ ഉണ്ടാവുന്ന കൈതച്ചക്ക നല്ല സൈസും നല്ല മധുരമായിരിക്കും. ഈ വെറൈറ്റി മനസ്സിലാക്കാൻ അതിൻ്റെ ലീഫിൽ മുള്ളുണ്ടാവില്ല. അതുപോലെ തന്നെ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് റെഡ് കളറായിരിക്കും. ഇത് കണ്ടില്ലേ, അതിൻ്റെ കടവണ്ണം കണ്ടാതെന്ന് അറിയാം. ഒരു ചട്ടിയിൽ 3 പ്ലാന്റൊക്കെ വെച്ചിട്ടും എത്ര ഹെൽത്തി ആയിട്ടാണ് അത് വളരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കും വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരു ചെടിച്ചട്ടിയിൽ ഇതുപോലെ കൈതച്ചക്ക തൈകൾ നട്ടു വളർത്തി കായ്പ്പിക്കാവുന്നതാണ്. സാധാരണ കൈതച്ചക്ക പോലെ തന്നെ പ്രത്യേകിച്ചൊരു കെയറിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല. നടാനുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് വേറെ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വെള്ളം കെട്ടി നിൽക്കരുത്. ആഴ്ചയിൽ ഒരു തവണയൊക്കെ നനച്ചു കൊടുക്കാം. ഇതുപോലെ കൈതച്ചക്ക ചട്ടിയിൽ വളർത്തിയെടുക്കുന്ന രീതി, അതായത് തൈ നടുന്നത് മുതൽ അതിൻ്റെ ഫ്രൂട്ട് ആവുന്നത് വരെയുള്ള ഘട്ടങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കൈതച്ചക്ക വിശേഷങ്ങൾ. മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ.